താരം പതിപ്പിച്ച കൂടാരം രാവിൽ നിലാവിന്റെ പൂരം ചോലകളും കുയിലാളും പാടും താഴ്വാരം എല്ലാം നമുക്കിന്ന് സ്വന്തം മേഘം കണ്ട് കാറ്റും കൊണ്ട് നേരറിഞ്ഞ് നീ വളര് നിൻവഴിയേ രാപ്പകല് കാവലുണ്ടേ എന്റെ കണ്ണ് അനന്താരേ തന്നാരേ രാരോ ആരാരേ രാരോ താരം പതിപ്പിച്ച കൂടാരം രാവിൽ നിലാവിന്റെ പൂരം നീതുമാണ്. ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിൽ വെള്ളം ഒന്ന് ആരോടേലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം. ചുരമല്ല എവിടെയാണ്? ചുരമ്പല സ്കൂളിന്റെ അവിടെ നിലയിന്ന് മറിഞ്ഞു വീണ് പോന്നതാ. വീട്ടിലൊക്കെ വെള്ളമാണ്. ഒന്ന് ആരോടേലും ഒന്ന് നിങ്ങളൊന്ന് പറ. പൂവിൻ ചെറുതൊട്ടിൽ കെട്ടാനായി മഞ്ഞിൽ നെയ്യും തളിരാടതാ കുഞ്ഞിൻ മിഴിയെഴുതാ സൂര്യൻ വരവായിതാ കഥ ചൊല്ലി സ്വപ്നത്തിൻ തിരികൂട്ടാൻ മുകിലോരം ചെന്നെത്താൻ ചിറകാവാൻ ഞാൻ നേരത്തു ഞാനൊന്നുറങ്ങി നേരം പുലരുമ്പോൾ കണ്ണീരു മാത്രം മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം വയനാടു തേങ്ങുന്നു ജീവൻ തുടിപ്പിനായി അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്നു ഞാൻ വേർപെട്ടു പോയി ചെളിയിലമർന്നവർ അച്ഛൻ കിടന്നോരിടം കാണുവാനില്ല അച്ഛനെ തേടി ഞാനിങ്ങോട്ട് പോകണം പുഴയുടെ തീരത്ത് സുന്ദരിയായി നിന്ന ഉറ്റ ചങ്ങാതിയാം അക്ഷരമുറ്റത്തെ മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി കൂടപ്പിറപ്പുകൾ കാണാമറയത്ത് കൂട്ടിന്നു കൂടുവാൻ ചങ്ങാതിമാരില്ല ഇനി എത്ര കാലം ഞാൻ കാത്തു നിന്നിടണം ഇനി എത്ര കാലം കരഞ്ഞു തീർത്തിടണം ഇനി എത്ര കാലം ഞാൻ കാത്തു നിന്നിടണം ഇനി എത്ര കാലം കരഞ്ഞു തീർത്തിടണം അങ്ങനെ കേറി ഇങ്ങനെ പോയപ്പോ അവിടെ ആന മൂന്നെണ്ണം ഉണ്ട്. അതിലൊരു കവുങ്ങിന്റെ മരം ഉണ്ടായി. ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് മിണ്ടാതെ ചെവിയാട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത്. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ, എന്നെ ഒന്നും ചെയ്യരുത് എന്നെ എന്റെ കുട്ടിനെയും പറഞ്ഞിട്ട് ആനിങ്ങനെ നോക്കി രണ്ട് കണ്ണുകൂടി ഇങ്ങനെ വെള്ളം വരിക. ആന്റെ ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എന്റെ കുട്ടിയും കിടന്നു.
മഴയുടെ മട്ട മാറിയെന്ന് മനസ്സിലാക്കി ഞാൻ പേടിച്ചോടി വീട്ടിൽ കയറി. പക്ഷെ അവന് വിടാൻ പാവില്ലായിരുന്നു. വീട് വെള്ളം കൊണ്ട് നിറയാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയില്ല, ആരെ വിളിക്കണമെന്നറിയില്ല. ഒരു വഴിയില്ലാതെ ഞാനൊരു മുകളിലേക്ക് കയറി. അന്ന് അവിടെ വെച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കാഴ്ച കണ്ടു. പണക്കാരൻ, പാവപ്പെട്ടവൻ, പണ്ഡിതൻ, പാമരൻ, താണജാതി, കൂടിയ ജാതി, ജീവന് വേണ്ടിയുള്ള ഇവരുടെ എല്ലാം നിലവിളയ്ക്ക് ഒരു സ്വരമായിരുന്നു. ശക്തി കൂടി വെള്ളം വീണ്ടും ഉയർന്നു. ഞങ്ങൾ ചുറ്റും നോക്കി, രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. പോകെ പോകെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ആരും വരില്ലെന്നുറപ്പിച്ച് സ്വയം തോൽവി സമ്മതിച്ച് കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണുകളിറക്കി ഞങ്ങൾ മരണത്തെ കാത്തു. ഞങ്ങളാരും ഒരിക്കലും മറക്കില്ല. എന്റെ നേരെ നീണ്ട കൈകൾ ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ അല്ല, ഇടതന്റെയോ വലതന്റെയോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടേതുമല്ല. മറിച്ച് മനുഷ്യന് നേരെ നീട്ടുന്ന കൈകളായിരുന്നു. ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുമ്പോൾ ആ കൈ കറുത്താണോ വെളുത്താണോ എന്ന് ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ആ കൈകൾക്ക് സ്വന്തം കുടുംബം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. സഹായങ്ങൾക്ക് 5 സ്ക്രീനുകളെ കൺട്രോൾ റൂമുകളാക്കി പുതിയ തലമുറയ്ക്ക്, കുഞ്ഞു കുടുക്കൾ പോലും ഞങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചു കൊല്ലുന്നവർക്ക്, കേരളത്തിന് സ്വന്തം നാവികസേനയെ മത്സ്യത്തൊഴിലാളികൾക്ക്, മുണ്ടുമടക്കി കുത്തി മണ്ണിലിറങ്ങി മാതൃകയായ ഞങ്ങളുടെ താരങ്ങൾക്ക്, ഒപ്പം നെഞ്ചു വരിച്ചെന്ന ജില്ലാ സംസ്ഥാന ഭരണാധികാരികൾക്ക്, പോലീസിന്, പട്ടാളത്തിന്, ഫയർഫോഴ്സിന്, KSBക്ക്, മീഡിയയ്ക്ക്, പിന്നെ ഒറ്റക്കെട്ടായി ദുരിതത്തെ നേരിട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് നന്ദിയുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കാതെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങളെയും ചേർത്ത് വെച്ച്. ഞങ്ങൾ പലർക്കും ഉറ്റവരും ഉടയവരും പോയി, വീടുകൾ നഷ്ടമായി. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഞങ്ങൾക്ക് ചുറ്റും ഇന്ന് ആ മതിലില്ല. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ ആ മതിൽ പണിയാൻ ഇനി ഞങ്ങൾ സമ്മതിക്കും. നമ്മൾ അതിജീവിക്കും ഒറ്റക്കെട്ടായിട്ട്. കാരണം ഇത് കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. Wonderful.